സുഹൃത്തുക്കളെ, വ്ളോജിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെടിക്കെട്ടിൻ്റെ കഥയൊന്ന് കേട്ടാലോ. ദ സ്റ്റോറി ഓഫ് പൈറോടെക്നിക്സ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ഒരു ബുദ്ധ സന്യാസിയായ ലീ ടിയാനാണ് ഈ മാന്ത്രിക കോമ്പിനേഷൻ കണ്ടുപിടിച്ചത്. വെടിമരുന്നിന് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളെ ഒരു വെടിമരുന്നിനുള്ളൂ. കത്തുന്ന ഒരു ഫ്യൂവൽ, കത്താൻ സഹായിക്കുന്ന ഒരു ഓക്സിഡൈസർ, ആ കത്തുന്നത് നിയന്ത്രിക്കുന്ന ഒരു സ്റ്റെബിലൈസർ. ഈ 3 കൂടിയതിനെയാണ് നമ്മൾ വെടിമരുന്ന് എന്ന് പറയുന്നത്. എന്താണ് കത്താൻ അവർ എടുക്കുന്നത്? കരി ആണ്, മരക്കരി. കത്താൻ സഹായിക്കുന്ന സാധനം എന്താണ്? പൊട്ടാസ്യം നൈട്രേറ്റ്, സോൾട്ട് പീറ്റർ എന്നൊക്കെ പറയും. 75% കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ സപ്ലയർ. അത് കത്തുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൾഫർ. 10% നമ്മൾ എടുക്കുക. ഈ കോമ്പിനേഷനെയാണ് വെടിമരുന്ന് അല്ലെങ്കിൽ കരിമരുന്ന് എന്ന് അറിയപ്പെടുന്നു. ചൈനയിൽ നിന്നും ലോകം ചുറ്റുന്ന സഞ്ചാരികൾ വഴി ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അത് എത്തപ്പെട്ടു. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് പേർഷ്യയിലായിരുന്നു. അവിടെ നിന്നും മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യയിലേക്ക് എത്തി. അവിടെ നിന്നും യൂറോപ്യൻസ് അത് കൊണ്ടുപോയി വെടിക്കോപ്പുകൾ നിർമ്മിക്കാനായിട്ട് അവരാരംഭിച്ചു. അപ്പോൾ അതിനവര് കരിമരുന്നിന്റെ പേര് ഗൺ പൗഡർ എന്നാക്കി മാറ്റി. ജർമ്മൻകാർ 1887 അവരുടെ ക്യാമറയ്ക്ക് ഫ്ലാഷ് ലൈറ്റായി ഈ കരിമരുന്ന് അവർ ഉപയോഗിച്ചു. പക്ഷെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി. അവര് അവിടെ പൊട്ടാസ്യം ക്ലോറൈറ്റ് ആഡ് ചെയ്തു. അങ്ങനെ ഉണ്ടാക്കിയ ആ കോമ്പിനേഷനെ അവർ വിളിച്ച പേരാണ് ഫ്ലാഷ് പൗഡർ എന്ന് പറയുന്നത്. പക്ഷേ പിൽക്കാലത്ത് ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഭയങ്കരമായി അവർ ബുദ്ധിമുട്ടിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പല കോമ്പിനേഷനുകൾ വീണ്ടും പരീക്ഷിച്ചു. അവർ പറഞ്ഞു, ഈ പൊട്ടാസ്യം ക്ലോറൈഡ് ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്ന ഒരു വസ്തുവാണ്. അവർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് പൗഡർ എന്ന് പറയുന്നത് അവർ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് പൊട്ടാസ്യം പെർക്ലോറേറ്റ് പ്ലസ് അലൂമിനിയം പ്ലസ് സൾഫറാണ്. ഈ ഫ്ലാഷ് പൗഡർ നമ്മൾ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ പല പേരുകളാണ്. കരിമരുന്ന് എടുത്ത് ചെറിയ തോട്ടയ്ക്കകത്ത് നിറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പേര് കഥന എന്നായി. അത് കുറച്ചുകൂടി വലിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ അതിൻ്റെ പേര് ഗുണ്ട് എന്നായി. കുറച്ചുകൂടി വലിയ ക്വാണ്ടിറ്റി എടുത്താൽ നമ്മുടെ തൃശ്ശൂർക്കാര ഭാഷയിൽ പറഞ്ഞാൽ ഗർഭംകലിക്ക് എന്ന് പറയും. ഇതിലെല്ലാം ഉപയോഗിക്കുന്നത് ഫ്ലാഷ് പൗഡറാണ്. ഈ ഫ്ലാഷ് പൗഡറിൽ നിന്നും നമ്മൾ പല കളറുകളിലേക്ക് മാറി. അതിനെയാണ് അമിട്ടുകൾ എന്ന് പറയുന്നത്. എന്താണ് അമിട്ടുകൾ? ഈ ഫ്ലാഷ് പൗഡറിലേക്ക് മെറ്റൽ കോമ്പൗണ്ട്സ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോഹരമായ കളറുകൾ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ചുവന്ന കളർ നമുക്ക് ഉണ്ടാക്കണമോ? സ്ട്രോൺഷ്യൻ കോമ്പൗണ്ട് ആഡ് ചെയ്താൽ മതി. ബ്ലൂ കളർ കോപ്പർ കോമ്പൗണ്ട് ആഡ് ചെയ്താൽ മതി. ഗ്രീൻ കളർ ബേരിയം കോമ്പൗണ്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. അതേപോലെ നമുക്ക് ഗോൾഡൻ കളർ വേണോ? അയൺ ഫൈലിങ്സ്. യെല്ലോ കളർ സോഡിയം. ഇനി നിങ്ങൾക്ക് പർപ്പിൾ കളർ ഉണ്ടാക്കണോ? കോപ്പറും സ്ട്രോൺഷ്യവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ പർപ്പിൾ കളർ ഉണ്ടാക്കാം. അതാണ് അമിട്ടുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നോർക്കുക, മനുഷ്യൻ കണ്ടുപിടിച്ച മനുഷ്യരാശിയുടെ ഒരു വലിയ കണ്ടുപിടുത്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അത്ഭുതം.